അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതിമത ഭേദമന്യം സർവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. കമൻറ്റുകൾ നല്ല കമൻറ്റുകളൊക്കെ വിടുക. നെഗറ്റീവ് കമൻറ്റുകളൊന്നും നമ്മൾ നോക്കാറില്ല എന്നല്ല, ഞാൻ നോക്കിയാലും നമ്മൾ പ്രതികരിക്കാറില്ല. കാരണം കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ടിരിക്കുന്നവരുണ്ടാവും. നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിടുക. നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഡോക്ടർമാർ എടുത്തു പോയി മാറാത്ത രോഗങ്ങളെക്കുറിച്ച് ആണ് നമ്മളിവിടെ പറയുന്നത്. രോഗങ്ങൾ സഹർശൈത്താന്യത്തെ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ചില ആൾക്കാർ നമ്മളെ സമീപിക്കാറുണ്ട്, ഡോക്ടർമാരെ അടുത്ത് കുറേ പോയി ഒരു ഭേദവുമില്ല, കാണിക്കാത്ത ഡോക്ടർമാരില്ല എന്ന്. ചിലത് സൂറ് കൊണ്ടും കാര്യങ്ങളും കൊണ്ടൊക്കെ, ചിലത് മുറികളും കാര്യങ്ങളൊക്കെ ഉണങ്ങാത്തതുണ്ട്. അതൊക്കെ വിഷയങ്ങൾ വേറെ, അതല്ല പറയുന്നത്. അല്ലാതെ തന്നെ ഡോക്ടർമാരെ അടുത്ത് പോയി മാറാത്ത രോഗങ്ങളുണ്ട്. അതിന് നമ്മുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സഹർ ശൈത്താനിത്വം കൊണ്ട് രോഗങ്ങൾ വരും. സഹർ ശൈത്താനിത്വം കൊണ്ടും രോഗങ്ങൾ വരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഡോക്ടർക്ക് രോഗം കാണില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പരിശോധിക്കുമ്പോൾ രോഗം ഡോക്ടർക്ക് തോന്നിയാലല്ലേ മരുന്ന് തീരാൻ പറ്റുമോ. ചിലത് ഡോക്ടർക്ക് രോഗേ കാണില്ല. എന്നാൽ ചിലത് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് വേറെ രീതിയിൽ രോഗം കാണും, ഇല്ലാത്ത രോഗം. നമ്മൾ പറയുന്ന രോഗമല്ല, അവർ കാണുന്ന രോഗം വേറെ. അപ്പോഴും മരുന്ന് വലിക്കില്ല. അപ്പോൾ ഈ മരുന്ന് വലിക്കാത്തതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രോഗം വരുന്നതും രോഗം വന്നിട്ട് മാറാത്തതും മരുന്ന് വലിക്കാത്തതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അനുഭവം കൊണ്ട് പറയുകയാണ്, ചിലർ സഹറും ശൈത്താനത്വം ചെയ്തിട്ട് പല രോഗങ്ങളും നമുക്ക് ഉണ്ടാക്കുകയും അത് നമ്മൾ ചികിത്സിച്ചിട്ട് നമുക്ക് ഭേദാവാതെ വരികയും ചെയ്യും. അതുപോലെ തന്നെ ചില നമ്മൾ ഡോക്ടർമാരെ അടുത്ത് പോയാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് രോഗയെ കാണില്ല. ഒന്ന്, ചിലവർക്ക് രോഗം വേറെ കാട്ടിയെന്ന് വരും. അഥവാ നമുക്കുള്ള രോഗമല്ല, അവർ വേറെ രോഗം കാണും. അപ്പോൾ ആ ഇല്ലാത്ത രോഗങ്ങൾക്ക് ഡോക്ടർ കണ്ട ആയതുകൊണ്ട് അതിന് മരുന്ന് എഴുതി കൊടുക്കും. ഇല്ലാത്ത രോഗത്തിന് മരുന്ന് കഴിച്ചാൽ രോഗം എങ്ങനെ മാറും? ഒരിക്കലും മാറില്ല. ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്ത രോഗമില്ലെങ്കിൽ എങ്ങനെ ഡോക്ടർമാർ മരുന്ന് എഴുതും, ചികിത്സിക്കും? അപ്പോഴൊന്നും മാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഒന്നില്ലെങ്കിൽ രോഗം കാണില്ല, അതല്ലെങ്കിൽ രോഗം കാണില്ല. ഇനിയുള്ള രോഗം കണ്ടാലും മരുന്ന് കഴിച്ചാൽ ഫലിക്കില്ല. കാരണം ഇതിൻ്റെ അടിസ്ഥാനം സഹറും ശൈത്താനത്താണ്. അതിന് നമുക്ക് പറയാനുള്ളത്, ഡോക്ടർമാരെ കാണിക്കേണ്ടതിന് ഡോക്ടർമാരെ കാണിക്കണം, നമ്മളെ മാതിരി ഇരിക്കുന്നവരെ കാണിക്കേണ്ടതിന് നമ്മളെ മാതിരി ഇരിക്കുന്നവരെ കാണിക്കണം. സഹറും ശൈത്താനത്വം അതിന് ഡോക്ടർമാരെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ഞാൻ പൊതുവെ കസ്റ്റമറിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടർമാരെ മന്ത്രവാദം പഠിച്ചിട്ടല്ല ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർമാരെ കാണിക്കേണ്ട കേസിന് നമ്മളെമാരുള്ളവരെ അടുത്ത് വന്നിട്ടും കാര്യമില്ല. MBBS പഠിച്ചിട്ടല്ല നമ്മളിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചോളം തന്നെ പറയാം, എന്നെ മരിക്കുന്നു എല്ലാവരുടെ കാര്യമാണ്. ഞാൻ എന്നെ കൂടിയിട്ടും പറയാം. നമുക്ക് എത്ര മരുന്നിൻ്റെ പേരറിയാം? ഇംഗ്ലീഷ് മരുന്നിൻ്റെ അല്ലെങ്കിൽ ആയുർവേദ മരുന്നിൻ്റെ. ഇപ്പോൾ പേരറിഞ്ഞുകൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ? മരുന്നിൻ്റെ പേരറിഞ്ഞുകൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ച് അറിയണം. നമുക്ക് വരലും എണ്ണാവുന്ന, നമ്മൾ ചിലപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നത്, നമ്മൾ വാങ്ങുന്ന മരുന്നിൻ്റെ പേരല്ലേ നമുക്കൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ്, ഡോക്ടർമാരെ കാണിക്കണമെങ്കിൽ നമ്മളെടുത്ത് വന്നിട്ട് യാതൊരു കാര്യമില്ല. എന്നാൽ കിതാബുകളിൽ പനിക്കും തലവേനക്കൊക്കെ മരുന്നുണ്ട് കേട്ടോ, അതും പറയാം. ഖുറാനില്ലാത്ത മരുന്നൊന്നുമില്ല, എല്ലാ മരുന്നുമുണ്ട്. പക്ഷെ നമ്മളൊന്നും അതിന് നിൽക്കാറില്ല, ആരും ശ്രമിക്കാറില്ല. കുറവതാനും കുറേ എൽസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല മരുന്ന് രോഗങ്ങളൊക്കെ ഉണ്ട്. ഇല്ലയെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാനൊന്നും പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഞാനടക്കം പൊതുവെ നമ്മൾ ഡോക്ടർമാരെ കാണിക്കേണ്ട കേട് വന്നാൽ നമ്മളെന്താ ചെയ്യുക? അവരെ സമീപിക്കും. ഞാനും സമീപിക്കാറുണ്ട്, എല്ലാവരും സമീപിക്കാറുണ്ട്. നമ്മളെമാതിരി ആൾക്കാരത്തൊക്കെ വരണം, അല്ലാതെ വേറെയുള്ള ആരെയൊക്കെ പോയിട്ടും കാര്യമില്ല. സഹറും ശൈത്താനത്വം മറ്റുള്ള രോഗം രണ്ടാണ്. ചിലത് അപ്പോൾ രോഗങ്ങൾ നമുക്ക് കാണിക്കുന്ന രോഗങ്ങളായിരിക്കില്ല നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഡോക്ടറെ അടുത്ത് പോയി മാറുന്നില്ല എന്ന് കണ്ടാൽ നമ്മളെ മാതിരി ഇരിക്കുന്ന ആൾക്കാരെ സമീപിക്കലേ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹൈർ.
അപ്പോൾ സമീപിക്കുമ്പോൾ പ്രശ്നം വെച്ച് നോക്കും, അല്ലെങ്കിൽ കണക്ക് വെച്ച് നോക്കും. രണ്ടും ഒന്ന് തന്നെയാണ്, അത് ഓരോരുത്തരുടെ ഭാഷയാണെന്ന് മാത്രം. കണക്കുകൾ തന്നെ പല രീതിയിലും കണക്കുകളുണ്ട്. കണക്ക് നോക്കും, പ്രശ്നം വെച്ച് നോക്കും, കൽപ്പന പറയും, ഹദർത്ത് കണക്കുണ്ട്, ഫാൽ കണക്കുണ്ട്, അഭിജിത് കണക്കുണ്ട്, അങ്ങനെ ചിഹ്നതർത്തുണ്ട്, മറ്റെല്ലാ മൂർത്തികൾ ഇളകിയിട്ട് കൽപ്പന പറയുന്നുണ്ട്. പല രീതിയിലും കണക്കുകളുണ്ട്, മഷി നോട്ടുണ്ട്. ഇതിനൊക്കെ പവറുണ്ട്. അറിയുന്നവൻ നോക്കിയാൽ ഒക്കെ ശരി തന്നെയാണ്, ഒക്കെ തെളിഞ്ഞ് കാണും. അറിയാത്തവൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ലല്ലോ. അറിയുന്നവനക്ക് അറിയും, അല്ലാത്തവർക്ക് നട്ടം തിരിയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് തന്നെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. എൻ്റെ അടുക്കൽ ഒരു രോഗി വരേണ്ടായി, ഇപ്പോഴൊന്നല്ല, വർഷങ്ങളായി. ഞാൻ മേലാറ്റൂരായി വർക്കിനിരിക്കുന്ന സമയത്ത് ഒരു 5-8 വർഷങ്ങളാണ്. എൻ്റെ അടുത്ത് രോഗി വന്നത് ആൾ സ്കെൽറ്റായ ഒരാളാണ്. ആ വ്യക്തി നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഉസ്താദെ, എനിക്ക് ശരീരത്ത് പല ഭാഗത്തും വേദനകളും, ആകെ സഞ്ചാരമാണ്, വയറിൻ്റെ ഉള്ളിൽ കത്തി കാണുക, എനിക്ക് ആകെ വേദന, അവിടെ വേദന, ഇവിടെ വേദന, എനിക്കില്ലാത്തൊരു രോഗമില്ല. ആളുടെ അനുഭവം എന്നോട് പറയുകയാണ്. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ട് എന്ന്. ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടറെ എന്നോട് പറഞ്ഞത് തനിക്കൊരു കേടുമില്ല. അങ്ങനെ ഉസ്താദ് എനിക്കാച്ച രോഗമാണ്, ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞ് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും ഡോക്ടറും തമ്മിൽ തല്ലുകൂടി. ലാസ്റ്റ് ഡയലോഗ്, ഞാൻ വെറുതെ ഇരിക്കുന്ന ആളല്ല ഇവിടെ, ഞാൻ MBBS പഠിച്ചിരിക്കുന്ന ആളാണ്, കടക്കട പുറത്ത് എന്ന് പറഞ്ഞു. അയാളെ ഭാഗം ശരിയാണ്. കാരണം അയാൾ പരിശോധിച്ചിട്ട് രോഗമില്ല, വന്ന ആൾ രോഗം ഉണ്ടെന്ന് പറയുമ്പോൾ തർക്കമായപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുന്നവനല്ല, MBBS പഠിച്ചിട്ടായിരിക്കുന്നത്, കടകട പുറത്ത് എന്ന് പറഞ്ഞു. അയാൾക്ക് ആ ഡോക്ടർക്ക് തോന്നിയത് കളിയാക്കുന്ന മാതിരി തോന്നിയിട്ടുണ്ടായിരിക്കാം. അത് കാരണം അയാളെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ രോഗി വന്നിട്ട് എന്നോട് സങ്കടം പറയുകയാണ്, ഇങ്ങനെയും കൂടി ഞാൻ ഡോക്ടറും കൂടി എന്നെ പുറത്താക്കി ഉസ്താദെ. ഡോക്ടർമാർ നോക്കുമ്പോൾ എനിക്കൊരു രോഗമില്ല, എനിക്കാച്ചാൽ വളരെ ശരീരത്തിൽ പല ഭാഗത്തും വേദനകളാണ്. അങ്ങനെ നമ്മളത് കണക്ക് നോക്കി നോക്കുമ്പോൾ ആ വ്യക്തിക്ക് കൈവശം കൊണ്ട് രോഗങ്ങൾ വരും. നമ്മൾ വീഡിയോ നീട്ടുന്നില്ല, കൈവശത്തിനെ കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കൈവശം വന്നു കഴിഞ്ഞ ശരീരത്ത് വരുന്ന രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ കൂടി ആൾക്ക് രോഗമുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ സഹർ, അതിൻ്റെ പുറമെ ശൈത്താനത്ത്, അതൊന്നല്ല പല മൂർത്തികളും. അപ്പോൾ ഇങ്ങനൊക്കെയാണ് ഈ രോഗങ്ങൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ അതായത് കൈവശവും സഹറും ശൈത്താനത്തും ഒക്കെ വന്നപ്പോൾ ആകെ രോഗമായി. ചില മൂർത്തികൾ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പല വേദനകളും പല കാര്യങ്ങളും വരും. അപ്പോൾ ഈ മീൻ കുളത്തി എന്ന് പറഞ്ഞൊരു മൂർത്തിയാണ്, അതൊക്കെ ഒന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ച് വലിക്കണം മാതിരി, നമുക്ക് ഈ കുളത്തി പിടിക്കുക എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് അങ്ങോട്ട് വിലങ്ങണ മാതിരി അവിടെ കുളത്തുക, കുറേ കഴിഞ്ഞപ്പുറത്ത് കുളത്തിൽ വലിക്കും. ഈ മീൻ കുളത്തി എന്ന് പറഞ്ഞ മൂർത്തി അങ്ങനെയാണ് കുളത്തി വലിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഓരോ മൂർത്തികൾക്കും അനുസരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നാഗലക്ഷ്മി കയറി കഴിഞ്ഞാൽ വയറിൻ്റെ ഉള്ളിൽ കത്തി ഹാളുന്ന മാതിരി വരും. എന്നാൽ വിശപ്പാണോ എന്ന് വെച്ചാൽ വിശപ്പല്ല, ആകെ വിശന്നതിനെക്കാട്ടി ഒരു ഡബിൾ ഇത്, ആകെ കത്തി ഹാള്, വയറിൻ്റെ ഉള്ളിലൊക്കെ ആകെ ഒരു ജാതി കാളിച്ചകൾ വരിക, അങ്ങനെ രോഗം വരും. അതുപോലെ തന്നെ ചിലർക്ക് ചവിട്ട് കുത്തുക, ചിലർക്ക് പാമ്പിൻ്റെ വാല് കുത്തുന്ന മാതിരിയൊക്കെ കാണാൻ കഴിയും, ചിലർക്ക് അത് കാണാൻ കഴിയില്ല. ഇങ്ങനെ ചവിട്ട് കുത്തുക, സഞ്ചാരം, അതുപോലെ വയറിൻ്റെ ഉള്ളിൽ കത്തി ഹാള്, ആകെ ഒരു അസ്വസ്ഥത. ഇതിനെ ഡോക്ടറെ അടുത്ത് പോയാൽ ഒന്നും മരുന്നില്ല. അവർ തന്നു കഴിഞ്ഞാൽ മരുന്ന് എഴുതി തരും അവർ, പക്ഷെ അത് മാറില്ല. കാരണം ഈ സാധനമാണ് ചുരഭദ്രകളിയൊക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ആടും, വെള്ളടിച്ച് നിൽക്കുന്ന ആളുടെ മാതിരിയാണ്. ഇപ്പോൾ പോകും എന്നുള്ള ഒരു ലെവലിലേക്ക് ഒരു ബാലൻസ് ഉണ്ടാവില്ല. ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പോകുമോ, നമ്മൾ നാണക്കെടാ പോകുമോ നമ്മൾ വിചാരിക്കും, വേഗം ഇരിക്കും. കാരണം എന്താ വെച്ചാൽ കള്ളുകുടിച്ചാരന്മാരെയാണ് നിൽക്കണത്, ബാലൻസ് എല്ലാം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കള്ളുകുടിച്ചാളും ഇപ്പുറത്ത് നമ്മളും നിന്നാൽ രണ്ട് സെയിമായിരിക്കും. നമ്മളും ആട് തന്നെ, ആളും ആട് തന്നെ, രണ്ടും രണ്ടാന്ന് മാത്രം. ചൊല്ലഭദ്രകളി കയറിയുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയും വരും. ഇതിനൊക്കെ ഡോക്ടർമാരെ ഇത് കയറിയിട്ട് എല്ലാം തല പൊന്താതെ കിടക്കും. തല പൊന്തില്ല, ചൊല്ലഭദ്രകളിയൊക്കെ കയറി തല പൊന്തില്ല, തലക്ക് കനയാണ്, അവിടെ കിടക്കും. ഇങ്ങനത്തെ രോഗികളൊക്കെ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ തല പൊന്താതെ കിടക്കും. അതുപോലെ തന്നെ പുകാൻ പോവുക, ആ തല ഇറങ്ങണമാതിരി തോന്നുക, പുകുമ്പോൾ അതുമാതിരി എവിടെയെങ്കിലും സദസ്സിൽ നിൽക്കുമ്പോൾ അപ്പോൾ പുകും നാണം കെടും എന്നുള്ളൊരു തോന്നൽ വരും. അത്രയും നമുക്ക് ബാലൻസ് തീരില്ലാതെ വരും. ഇതിനൊക്കെ എയർ ബാലൻസ് കുറവാണ്, മറ്റുള്ളതാണെന്നൊന്നും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനത്തെ കൊണ്ട് വരുന്നതാണ്, എല്ലാം വരുന്നതെന്നല്ല, ഇങ്ങനെയും വരും എന്നാണ്.
അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനൊന്നും ഡോക്ടറെ കാട്ടിയിട്ട് ഒരു കാര്യമില്ല. ഡോക്ടർമാർ നമ്മളെ മരുന്ന് പഠിച്ചിട്ടിരിക്കുന്നവരല്ല, നമ്മൾ അവരതും പഠിച്ചിരിക്കുന്നതല്ല. മരുന്ന് മന്ത്രം എന്ന് പണ്ട് കാരണവന്മാർ പറയും, രണ്ടും രണ്ടാണ്. മരുന്നിന് മരുന്ന് തന്നെ വേണം, മന്ത്രത്തിന് മന്ത്രം തന്നെ വേണം. രണ്ടും കൂടി കൂട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല. മന്ത്രവാദമൊന്നുമില്ല, അതൊക്കെ പറ്റി കേസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അനുഭവം വരാത്തത് കൊണ്ടാണ്. ഏറ്റവും വലിയ തെളിവ് അനുഭവം തന്നെയാണ്. അനുഭവമാണ് ഗുരു എന്നൊരു ചൊല്ലിയിട്ടില്ലേ, നമുക്ക് കേട്ടിട്ടില്ലേ? അനുഭവത്തിനെ കാട്ടിയും വലിയ ഒരു കിതാബുമില്ല. എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അനുഭവിച്ചതിനെ കാട്ടിയും വലിയ ഇനിയിപ്പോൾ ഏത് കിതാബ് നമ്മൾ നോക്കേണ്ടത്? അനുഭവിച്ചതന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ്. ആരെങ്കിലും പറഞ്ഞതോ കേട്ടതോ എവിടെയെങ്കിലും വായിച്ചതോ ഒന്നുമല്ലല്ലോ. ഏറ്റവും വലിയ തെളിവ് നമ്മൾ അനുഭവിച്ചത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ആളെ ഞാൻ പറയുന്നില്ല, എൻ്റെ നാട്ടിൽ തന്നെ 10 ലക്ഷം രൂപയിലപ്പുറം ചിലവാക്കി മരണപ്പെട്ടൊരു വ്യക്തിയുണ്ട്. ഇപ്പോൾ ചിലവാക്കിയാലും മരിക്കുമ്പോൾ ഞാനും മരിക്കും, അത് വിഷയം വേറെ. സഹർ സംബന്ധമായിട്ട് 10 ലക്ഷം റുപ്യയുടെ മുകളിൽ ഡോക്ടർക്ക് ചിലവാക്കിയിട്ട് മരിച്ചു. ആ കേസ് നമ്മുടെ വീട്ടിൽ വന്നതാണ്. എൻ്റെ ഉപ്പാനെ സമീപിച്ച കേസാണ്. നമ്മൾ വ്യക്തിയുടെ പേര് പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെയാണ് സംഭവം, നമ്മുടെ പഞ്ചായത്തിൽ തന്നെയാണ് സംഭവം. അപ്പോൾ കാരണം അത് എന്താണെന്ന് വെച്ചാൽ കുറേ ഡോക്ടർമാരേത്തേക്ക് കൊണ്ടുപോയി, മാറുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ഉപ്പാനെ സമീപിച്ചു. ഏതോ തങ്ങൾ, അങ്ങനെ തന്നെ പറയുന്നുള്ള വ്യക്തിയുടെ പേര് നമ്മൾ പറയുന്നില്ല. ആൾ വലിയ കേസ് എടുക്കുന്നില്ല, ചെറിയ കേസുകളൊക്കെ എടുക്കുന്നുള്ള ആളാണ്. ആൾ കഴിവുള്ള പാരമ്പര്യ ആളാണ്, നമ്മളാരും കുറ്റം പറയാനില്ല. ആൾ എഴുതി കൊടുത്ത ചാർത്ത് കൊണ്ടാണ് എൻ്റെ ഉപ്പാനെ സമീപിച്ച് ചാർത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ഇത് ഇന്ന തങ്ങൾ തന്നതാണ്. നമ്മൾ വ്യക്തിയുടെ പേര് പറയുന്നില്ല, ഇന്ന തങ്ങൾ തന്നതാണ്. ഇതുപോലൊക്കെ ഒന്ന് ആരോടെങ്കിലും ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങളൊന്ന് ചെയ്തു തരുമെന്ന് വെച്ചു. എൻ്റെ ഉപ്പ പറഞ്ഞതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഈ ചാർത്ത് എനിക്ക് കാണേണ്ട ആവശ്യമില്ല, ഈ ചാർത്ത് അല്ല, എൻ്റെതായ രീതി, ഞാൻ പഠിച്ച രീതിയിൽ ഞാൻ അങ്ങോട്ട് മാറ്റിത്തരാം, അതിന് വിശ്വാസം ഉണ്ടെങ്കിൽ പോയാൽ. കാരണം വേറൊരു കാര്യമുണ്ട്, മാറിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ക്രെഡിറ്റ് തങ്ങൾ ചെയ്തതുകൊണ്ടാണ്. ക്രെഡിറ്റ് ആയിരിക്കും വെച്ചാൽ പോയിക്കോട്ടെ, നമ്മളാരും ക്രെഡിറ്റ് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ മാറിയില്ലെങ്കിലോ, തങ്ങൾ എഴുതി തന്നതിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് നമ്മൾ ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. എന്തിനാ വെറുതെ പരിദോഷത്തിന് നിൽക്കണം? നമ്മളേക്ക് സമീപിച്ച് നമ്മൾ പഠിച്ച പണി കൊണ്ട് മാറ്റി കൊടുത്താൽ പോരെ, അവർക്ക് രോഗം മാറില്ല വേണ്ടല്ലോ. അങ്ങനെ മാറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആളെ ഒരു വകയിൽ അനിയൻ ആരാണ്ടാണ് വന്ന് സമീപിച്ചത്. പിന്നെ ആ വ്യക്തിയുടെ മകൻ സാമ്പത്തികമൊക്കെ ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ ആൾക്ക് വിശ്വാസം കുറവ് കൊണ്ട് ഈ വഴിക്ക് വരണ്ടാന്ന് വെച്ചു. നമ്മളെ മാത്രമല്ല, ഈ ഫീൽഡിലേക്ക് തന്നെ ചികിത്സയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ആ വ്യക്തി ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി ആംബുലൻസിൽ കൊണ്ടുപോയി തുടങ്ങി. നോർമൽ ഏകദേശം ഉണ്ടാകുന്ന ആൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന അവസ്ഥയായി. 10 ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവായി എന്ന് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പലവരും പറഞ്ഞ അറിവുകളാണ്. ആൾ മരണപ്പെട്ടു. മരണത്തെ തടുക്കാനും നമുക്ക് ആർക്കും കഴിയില്ല. ഈ പറയുന്നത് ഞാൻ എപ്പോഴാണ് പോകുക, എപ്പോൾ ഇവിടുന്ന് നിൽക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലുള്ള കാര്യമാണ്. ജനനം മരണമൊക്കെ തീരുമാനിക്കുന്നവൻ അല്ലാഹയാണ്. പക്ഷേ കുറേ നമ്മൾ ഒക്കെ അള്ളയാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അള്ള വിചാരിച്ചാൽ നമ്മൾ ഏതാ പ്രവർത്തനം രക്ഷപ്പെടും, കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു ട്രെയിൻ വരുമ്പോൾ നമ്മളവിടെ മുന്നിൽ നിൽക്കുക, അള്ള വിചാരിച്ചാൽ രക്ഷപ്പെടും, അവിടെ പോയി നിൽക്കില്ലേ? അതിന് അള്ളാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് നമ്മുടെ വിവരമില്ലായ്മയല്ലേ. മരണം എന്ന് പറഞ്ഞ ഒരു നിമിത്തങ്ങളാണ്. ട്രെയിനിൽ തലവെക്കണോ, തൂങ്ങി ചാവണോ, അല്ലെങ്കിൽ എങ്ങനെ മരിക്കണം എന്നൊക്കെ നിമിത്തങ്ങളാണ്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് എഴുതിപ്പെട്ടതാണ്. അതിനൊന്നും നമ്മൾ തർക്കിക്കുന്നില്ല. പക്ഷേ രോഗം വന്ന് നമ്മൾ ചികിത്സിക്കണ്ടേ? രോഗം വന്ന് ചികിത്സിക്കണം എന്നുള്ള അറിവുള്ള കൊണ്ട് തന്നെയല്ലേ ഈ ഡോക്ടർമാരെടുത്ത് പോകുന്നത്. ഇപ്പോൾ ഡോക്ടർമാരെടുത്ത് പോയാൽ മാറുന്ന കേസിനെ ഡോക്ടർമാരെടുത്ത് പോയിട്ട് കാര്യമുള്ളൂ, അല്ലാത്ത കേസിന് ഡോക്ടർമാരെടുത്ത് പോയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും രണ്ടാണ്. അങ്ങനെ ആ വ്യക്തി മരണപ്പെട്ടു എന്നാണ്. സാര ചെറിയൊരു എമൗണ്ടിൽ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. സാര ചെറിയ എമൗണ്ടിൽ ഇത് 10 ലക്ഷം 4 അക്കം കൊണ്ട് മാറേണ്ട കേസ് ഇവിടെ എത്തി 6 അക്കം കൊണ്ടായി. 2 പൂജ്യം കൂടി പോയി. 4 അക്കം കൊണ്ട് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ കേസ് 6 അക്കം കൊണ്ടായി, ലക്ഷമായി.
10 ലക്ഷമായല്ലോ, 7 ലക്ഷമായി. 1 ലക്ഷമാണല്ലോ ഇറക്കം. 7 അക്കത്ത് എത്തിയപ്പോൾ അപ്പോൾ എങ്ങനെയുണ്ട്? ആ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് 4 അക്കം കൊണ്ട് മാറുന്ന കേട് 7 അക്കം കൊണ്ടും പോയിട്ട് മാറിയില്ല. ആള് മരണത്തിന് ആണ് സംഭവിച്ചു, മരണമാണ് ആൾക്ക് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ തീരെ വിശ്വാസമില്ലാതെ നടക്കരുത്, ആവശ്യങ്ങൾക്ക് വേണം. അപ്പോൾ രോഗങ്ങൾ സഹറും കൊണ്ടും വരും, ശൈത്താനത്തും കൊണ്ടും വരും. നമ്മളേത് കുറേ ആൾക്കാർ സമീപിക്കുന്നുണ്ട്, രോഗം അവിടെ ഒന്ന് ചികിത്സിച്ചിട്ട് മാറിയിട്ടില്ല ഉസ്താദേന്ന്. അൽഹംദുലില്ലാഹ് നമ്മുടെ അടുത്ത് വന്നിട്ട് കുറേ ആൾക്കാർ രോഗം മാറിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് മാത്രമല്ല, അതുപോലെ ഇരിക്കുന്ന പല ആൾക്കാരെത്തും വന്നിട്ട് ഡോക്ടർമാരെടുത്ത് പോയി മാറാത്ത കേസുകൾ മാറിയിട്ടുണ്ട്. അത് സഹറും ശൈത്താന്യത്താണ്. സഹർ കൊണ്ടും ശൈത്താന്യത്തും കൊണ്ടൊക്കെ രോഗങ്ങൾ വരും. ഈ ചൊറിയും ചരങ്ങും വന്നിട്ട് മാറാത്ത കേസുകളൊക്കെ ഉണ്ട്. ഇത് സഹർ കൊണ്ടുവരും. അതിനെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കണ്ടു നോക്കൂ. കാട്ടുചേനയിലുള്ള സഹറിനെ കുറിച്ചിട്ട്, ചൊറിയും ചരങ്ങും വരുന്നതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആരും ചെയ്യാതെ മൂർത്തികളെ കയറും എന്നിട്ടും പല പ്രശ്നങ്ങളും വരും. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുവിധമുള്ള സഹറും ശൈത്താനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുമാതിരി ജിന്ന് ദേഹത്ത് കയറുന്നതിനെ കുറിച്ചിട്ടും കയറി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചിട്ടും എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനുള്ളിൽ ഇറങ്ങുന്നതാണ്. ഈ വീഡിയോടൊപ്പം തന്നെ അതും ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സഹ്റ് ശൈത്താന്യത്തായിട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒക്കെ നമ്മൾ എന്തോ വന്ന രോഗമാണെന്ന് വിചാരിച്ച് ചികിത്സിച്ചു കൊണ്ട് മാറില്ല. സഹ്റ് ചെയ്തിട്ട് രോഗം വരാം, ശൈത്താൻ കയറിയിട്ട് രോഗം വരാം, പല ലെവലിലും രോഗങ്ങൾ വരും. ഡോക്ടർമാരെ കാണിക്കേണ്ടതിന് ഡോക്ടർമാരെ തന്നെ കാണിക്കണം. അതുപോലെ തന്നെ നമ്മളെ മാതിരി ഇരിക്കുന്നവരെ കാണിക്കുന്നതിന് നമ്മളെ മാതിരിയുള്ളവരെ തന്നെ കാണിക്കണം. മന്ത്രവും മരുന്നും രണ്ടാണ്. മരുന്ന് ഫലിക്കാത്തോടത്ത് മന്ത്രം വേണം, മന്ത്രം ഫലിക്കാത്തോടത്ത് മരുന്ന് വേണം. രണ്ടും രണ്ടായ കൊണ്ടാണ് മന്ത്രം ഫലിക്കാത്തോടത്ത് എന്ന് പറഞ്ഞത്. കാരണം മന്ത്രം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാണെങ്കിൽ മന്ത്രം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അവരുടെ അടുത്ത് തന്നെ പോകണ്ടേ. അതാ പറഞ്ഞത്, മരുന്ന് മന്ത്രം ഫലിക്കാത്തോടത്ത് മരുന്ന് എന്നല്ല. മന്ത്രത്തിന് ശക്തിയില്ല എന്നല്ല. ഓപ്പറേഷത്തിൻ്റെ പക്കത്ത് വന്നവനെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതവിടെ ഓപ്പറേഷൻ ചെയ്താലും മാറില്ല, കാരണം കേട് വേറെയാണ്. കൈവശം പെട്ടിട്ട് വയറുവേദന വന്ന് സഞ്ചാരം അടിച്ച അപ്പറ്റീഷ്യനാണ്. അതുപോലെ തന്നെ അൽസറാണെന്നൊക്കെ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നിന്നതാണ്. നമ്മുടെ കസ്റ്റമറുടെ കുട്ടിക്കാണ് വയ്യാതായത്. അപ്പം നമ്മളെ അവിടെയുള്ള വിശ്വാസം കൊണ്ട് നമ്മളെ വിളിച്ചു. ഞാൻ കണക്ക് നോക്കി, ഞാൻ അപ്പോൾ പറഞ്ഞ് ഇവിടെ പോരെ ചെറിയൊരു കാശും കൊണ്ട് ഒറ്റ മരുന്നുകൊണ്ട് എൻ്റെ മോളെ കേടാൻ പറ്റി തരാമെന്നാണ്. ചെറിയ കുട്ടിയുടെ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയതാ. ഡോക്ടറെ ലാസ്റ്റ് അതാണ് ഫിക്സ് ചെയ്തത്, വയറുവേദന ഓവറായിട്ട്. അത് മാറി. അപ്പോൾ ഓപ്പറേഷത്തിന് വക്കത്ത് വന്ന് നമ്മൾ മാറ്റി തന്ന കൊണ്ടാണ്. നമ്മളെ MBBS പഠിച്ചിട്ടല്ല. ഓപ്പറേഷൻ ചെയ്താലോ മാറില്ല, കാരണം കേട് വേറെയാണ്. അതാണ് പറഞ്ഞത്, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ മാറ്റി നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോ മാറ്റി നമുക്ക് വരാം. എന്തെങ്കിലും സഹ്റോ ശൈത്താനിയത്തോ പൈശാചികമായ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ബിസിനസ് തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ നമ്മളെ സമീപിക്കാവുന്നതാണ്. നേരിട്ട് വരാതെയും നമ്മളെ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ് വാട്സപ്പിലൂടെയൊക്കെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ കണക്കുകൾ നോക്കി പറഞ്ഞു കൊടുക്കുന്നതാണ്. നോക്കാനായിട്ട് നേരിട്ട് വരേണ്ടതായ ആവശ്യമില്ല. നിർബന്ധമുള്ളവർക്ക് വരികയും ചെയ്യാം, നമുക്ക് ഒരു കുഴപ്പമില്ല. വരുമ്പോൾ വിളിച്ചിട്ട് വരണം, നമ്മൾ ഫലപിക്കുമ്പോൾ. അതുപോലെ തന്നെ പരിഹാരം ചെയ്യാൻ നേരിട്ട് വരാൻ കഴിയുന്നവർ വരിക, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തവരാണെങ്കിൽ അഡ്രസ്സിലും നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു.